ഉടമ്പടി നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി എന്താണ് നിർവഹിക്കുന്നത്? അതിൻ്റെ സുപ്രധാനമായ ഉത്തരങ്ങളിൽ ഒന്ന്, ഈ സീറോ ബാലൻസിൽ നിന്ന് ആസ്തി പദ്ധതിയിലേക്ക് പെട്ടെന്ന് നമ്മളെ കൊണ്ടുവരിക. ആധ്യാത്മികമായ പല പരിചരണങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം നമുക്ക് ആധ്യാത്മികമായ ആസ്തി ഭദ്രത ഉണ്ടാക്കുന്നത് തന്നെയാണ്. പക്ഷേ ഉടമ്പടിയിൽ വരുമ്പോൾ ഇതിൻ്റെ ഫോർമുല പെർഫെക്ഷൻ ആയത് കാരണം ഇത് പെട്ടെന്ന് സുനിശ്ചിതമായിരിക്കും, സമയബന്ധിതമായിരിക്കും. ഉടമ്പടി സാക്ഷ്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാകണത് ഇതൊരു ഭാഗ്യക്കുറി എടുക്കണം പോലെയല്ല. ഇന്ന് വെളുപ്പിന് ഞാൻ വല്ലാത്ത ഒരു കാഴ്ച കണ്ട്. നമ്മുടെ കുവൈറ്റിലെ ധ്യാനം കഴിഞ്ഞ് ഞാൻ ഇന്ന് വെളുപ്പിന് ഒരു 3:30 മണിയായി ഞങ്ങൾ വിമാനത്താവളത്തിൽ വന്നപ്പോൾ ആദ്യമേ ഞങ്ങൾ വന്ന് അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു മനുഷ്യൻ ലോട്ടറി ടിക്കറ്റും കൊണ്ട് വന്നു. കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര അവസ്ഥയാണ്. ഇതൊരു വലിയ വ്യവസായമായ രീതിയിൽ മാറുന്നു. അത്രയും ദാരിദ്ര്യമായി നമ്മളിപ്പോൾ. ഇക്കോണമി അറിയാവുന്നവർക്കറിയാം. വളരെ ഈ നെല്ലിപ്പല കണ്ടുപോകുന്ന കാലത്താണ് ജനങ്ങൾ ഒരു തൊഴിലും അറിയാൻ പാടില്ലാതെ അവസാനം ഒരു ഭാഗ്യത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയെന്ന് പറയുന്നത് നിസ്സാരമായ അവസ്ഥയല്ല. ഞാൻ ആ കാഴ്ച അവിടെ കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. നമ്മളിതിനെ എല്ലാത്തിനെയും അതിജീവിച്ച് നമ്മുടെ നാട് ഉണർന്നു വരുമെന്ന് നമുക്കറിയാം. നമ്മുടെ നാടിനെ സമർപ്പിച്ചുകൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കട്ടെ, സ്തുതിക്കട്ടെ. ഞങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കേരളത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഉടമ്പടി എടുക്കുമ്പോൾ ചിലർക്ക് എങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്നും പറഞ്ഞുകൊണ്ട് സിനിമക്കാരൻ്റെ കോമഡിയില്ലേ, എങ്ങാനും ബിരിയാണി പഠിക്കെ കൊടുത്താലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആൾക്കാരെ ഉടമ്പടി എടുക്കുന്ന ആൾക്കാരുണ്ട്. അതെന്താ പറയണ കാര്യത്തിലേ, ഈ ദിവസങ്ങളിലെ കുവൈറ്റ് ധ്യാനം തന്നെ ആണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ ഞാൻ അവിടെ ഒരു ലേഡിയെ കണ്ടത്. 2 പേരെ കൗൺസിലിംഗ്, രാവിലെ പകൽ കൗൺസിലിംഗും രാത്രി ധ്യാനമായിരുന്നു. രാത്രി 6 മണിക്ക് ധ്യാനം, പകൽ 9 മണി തൊട്ട് വൈകുന്നേരം വരെ കൗൺസിലിംഗ് നടത്തും. ഞാനൊരു 1 മണിയാകുമ്പോൾ അവസാനിപ്പിക്കും. എനിക്ക് പ്രൈവറ്റായിട്ട് പ്രാർത്ഥിക്കേണ്ടത് കാരണം ബിജു മാസ്റ്റർ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ എൻ്റെ ടേബിളിൽ വന്നൊരു കേസ്, 2 കേസിൽ ഒരു കേസ്, ഒരു മോള് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്, അച്ഛാ എനിക്കൊരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? ഈ എൻ്റെ വീട്ടിൽ ബാപ്പ കൂടി ഈശോനെ സ്വീകരിക്കണം. അതിനാണ് അവൾ ധ്യാനം കൂടുന്നത്. കോയമ്പത്തൂരുകാരിയാണ്, രാമനാഥപുരത്തുള്ള സഹോദരിയാണ്. അധികം വയസ്സൊന്നുമില്ല, 10-22 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആൾ ധ്യാനം കൂടുകയാണ്. എന്തിനാണ് ധ്യാനം കൂടുന്നത്? എല്ലാവരും അവർ ഈശോനെ സ്വീകരിച്ച്, ബാപ്പ കൂടി ഈശോനെ സ്വീകരിക്കാൻ വേണ്ടി. അതാണ് അവരുടെ ആസ്തി ഭദ്രത എന്ന് പറയും. അപ്പോൾ അത് അവർ ഇപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാലേ എനിക്ക് ഭയങ്കരമായ ഒരു അഭിമാനം തോന്നി. കാര്യം നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ദൈവത്തെ അന്വേഷിക്കുന്ന, വേറെ ഒന്നിനും വേണ്ടിയല്ലാതെ, ക്യാഷ് ആൻഡ് കൈൻഡിന് വേണ്ടി അല്ലാതെ, നിത്യരക്ഷയ്ക്ക് വേണ്ടി മാത്രം യേശുവിനെ അന്വേഷിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞപ്പോൾ വേറെ ഒരു ലേഡി വന്ന, അവരുടെ പ്രശ്നം, അവർക്ക് 12 കൊല്ലമായിട്ട് കുഞ്ഞുങ്ങളില്ല.
1 കുഞ്ഞുങ്ങളില്ല. അപ്പോൾ ഞാൻ എടുത്ത വായിക്കും ചോദിച്ചു, നിങ്ങൾ ഉടമ്പടി എടുത്തതാണ്? 2019 ഉടമ്പടി എടുത്തതാണ്. ഒരു ഉടമ്പടി എപ്പോഴാണ് നിങ്ങൾ ഉടമ്പടി അവസാനിപ്പിച്ചത്? ആ ഒരു ഉടമ്പടി എപ്പോഴാണ് അവസാനിപ്പിച്ചതെന്ന് അറിയത്തില്ല. ഇപ്പോഴൊക്കെ ഈ ഉറക്കപ്പിച്ച് പോലെ ഇടയ്ക്ക് പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചൊല്ലിയോ അവർ. ഉടമ്പടി എപ്പോഴാണ് അവസാനിപ്പിച്ചതെന്ന് അറിയത്തില്ല അവർക്ക്. ഉറക്കപ്പിച്ച് പോലെ വല്ലപ്പോഴുമൊക്കെ ഈ പ്രത്യക്ഷയുടെ പ്രാർത്ഥന എടുത്ത് വെച്ച് ചെല്ലും. അപ്പോൾ അങ്ങനെ ഗതികെട്ട അവസ്ഥയിലേക്ക് അവർ പോയി. ഈ 2 കക്ഷികളെ കണ്ടില്ലേ? 2 കക്ഷികളെ കണ്ടില്ലേ? നിങ്ങളിത് എവിടെയാണ് നിൽക്കണം എന്ന് നോക്കണം. ഈ കൂട്ടത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കണം എന്ന് നോക്കണം. അതായത് ആ രണ്ടാമത് പറയുന്ന ആളില്ലേ, അവർക്ക് എന്താ സംഭവിച്ചത്? അവർ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ അവർക്ക് മനസ്സിലുണ്ട് ഉടമ്പടി എടുത്തുകൊണ്ടൊന്നും കുട്ടികളുണ്ടാകത്തില്ലെന്ന്. അതാണ് അവർ ഉടമ്പടി ഉടപ്പിയത്. ഉടമ്പടി എടുത്തുകൊണ്ടൊന്നും കുട്ടികളുണ്ടാകാൻ പോണില്ല എന്ന്. അപ്പോൾ അവർക്ക് വിശ്വാസമില്ലാതെ ആരെങ്കിലുമൊക്കെ ഈ സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ അത് കേട്ടിട്ട് ദൈവത്തിന് പണി കൊടുക്കാൻ വേണ്ടി ഉടമ്പടി എടുക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളങ്ങനെ വല്ലതും ആണെങ്കിലേ നിങ്ങളെ ഇത് കറക്റ്റ് ചെയ്യണം. ഇത് ഇപ്പോൾ ഇന്ന് ഞാനിവിടെ ഞങ്ങളെ അച്ഛനും ജോമളൊക്കെ ആയിട്ടിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരൊരു സാക്ഷ്യം എടുത്ത് എനിക്ക് തന്നു. അവർ എന്നെ പേര് അവരുടെ ഡൽഹിയിൽ നിന്ന് ആൻ ജോർജ് എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ സാക്ഷ്യത്തിൽ അവർക്കിതുപോലെ മക്കളില്ലാത്ത കേസാണ്. പക്ഷേ അവരാദ്യം കണ്ട അടയാളം ഈ ഉടമ്പടിയുടെ ഉപ്പ് ഇട്ടിട്ട് പൂക്കാത്ത മരങ്ങൾ പൂക്കുന്ന ഒരു സാക്ഷ്യമാണ് അവർ കണ്ടത്. പക്ഷെ അതേസമയം തന്നെ അവരതിൽ അതുപോലെ വിശ്വസിച്ച് അവർ 5 കൊല്ലം മക്കളില്ലാത്തവർ പ്രഗ്നൻ്റായി. പക്ഷേ ഇത് വിഷയം എന്ന് പറയണത്, അപ്പോൾ അവർ മാതാവിനോട് ചോദിച്ചു ഇത് ആര് വഴിയാണ്? കാര്യം അവർ ഒത്തിരി പ്രാർത്ഥനയ്ക്ക് നടക്കുന്ന ആളാണ്, പലതരത്തിലുള്ള പ്രാർത്ഥന ഈ വിഷയത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ കുഞ്ഞിനെ സ്വപ്നം കാണിച്ച് കൃപാസനം മാതാവിനെ. പക്ഷേ കുഞ്ഞിന് കൃപാസനം മാതാവിനെ അറിയത്തില്ല, അത് വേറെ കുഞ്ഞാണത്. കുഞ്ഞിന് കൃപാസനം മാതാവിനെ അറിയത്തില്ല. പക്ഷേ ആ കുഞ്ഞിനെ കൃപാസനം മാതാവിനെ കാണിച്ചപ്പോൾ അവൾ ഐഡൻറ്റിഫൈ തിരിച്ചറിഞ്ഞ്, നമ്മൾ പരിടം എന്ന് പറഞ്ഞാൽ തിരിച്ചറിഞ്ഞ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞത്, നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നണം ചിലർ നല്ല ആസ്തിയോടുകൂടി വന്നാണ് ഉടമ്പടി എടുക്കുന്നത്, ചിലർ ഒരു ആസ്തിയും 0 ബാലൻസിൽ വന്ന ഉടമ്പടി എടുക്കുന്നത്. ഒക്കട്ടെ കിട്ടിയാൽ കൂട്ടിയെന്നൊക്കെ ഞാൻ പറയത്തില്ല ഇടയ്ക്ക്. അതുപോലെ അത് അബദ്ധമാണ് ശരിക്കും. എന്താ പ്രശ്നം? നമ്മൾ 0 ബാലൻസിൽ നമുക്ക് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന അഭ്യാസം കരച്ചിലാണെന്ന് വിചാരിച്ചോ, നന്നായിട്ട് വെടിപ്പായിട്ട് കരയാനറിയാം, പക്ഷേ ഉടമ്പടി വിജയിക്കത്തില്ല. കരഞ്ഞത് കൊണ്ട് ഉടമ്പടി വിജയിക്കത്തില്ല. അപ്പോൾ അതൊക്കെ ശരിക്കും ആത്മാർത്ഥമായിട്ട് കരയാനറിയാം, പ്രൊഫഷണലായിട്ട് കരയാനറിയാം. ചില പെണ്ണുങ്ങളുണ്ടല്ലോ, നമ്മൾ എന്നെ കാണുമ്പോൾ തന്നെ നിലവിളിക്കാൻ തുടങ്ങും. കുഴപ്പമില്ല, ഞാൻ തട്ടിയിട്ട് കാര്യം പറയുമ്പോൾ അപ്പോൾ അതുതന്നെ അവർ ഗിയർ ചേഞ്ച് ചെയ്ത് ഒക്കെ ആയിട്ടൊരു കാര്യം പറയും. അപ്പോൾ ആ കരച്ചിലെന്ന് പറയുന്നത് അവരുടെ അതിൻ്റെ അകത്ത് ഉള്ളതാണ്. ആ പ്രൊഫഷണലായിട്ട് കരയുന്ന ആളാണ്. എന്ത് വിഷയം ഉണ്ടെങ്കിലും ആദ്യം കരഞ്ഞേ തുടങ്ങത്തുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഈ അഭ്യാസങ്ങൾ കരച്ചിൽ കൊണ്ട്, ഇപ്പം നിങ്ങൾക്ക് ദൈവതിരുസന്നിധി കരഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. എങ്കിലും നമ്മുടെ ഒരു ആസ്തി ഉണ്ടാകണം. കരച്ചിലൊരു ആസ്തിയല്ല. ചില ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് ഈ വെളുപ്പിനൊക്കെ 4 മണിക്ക് കിടന്ന് മാതാവേ എന്നൊക്കെ പറഞ്ഞ് കരയണ കേൾക്കുക. അപ്പോൾ എനിക്ക് ചിരി വരും. എന്താ കാര്യം? കയ്യിരിപ്പ് എന്നൊക്കെ പറയണത് ഭയങ്കര കോടാലിയായിരിക്കും കയ്യിരിക്കണത്, പക്ഷെ കരച്ചിലിന് യാതൊരു പഞ്ഞവും ഉണ്ടാകത്തില്ല. ഇയാളെ കൗൺസിൽ ചെയ്ത് കഴിയുമ്പോൾ മാത്രമല്ലേ വിവരം അറിയത്തുള്ളൂ. ഇയാളെ കൗൺസിൽ ചെയ്ത് കഴിയുമ്പോൾ അനുരഞ്ജനം എങ്ങനെയാണ്, ഭർത്താവിനോട് എങ്ങനെയാണ് പെരുമാറണത്, മക്കളോട് എങ്ങനെ പെരുമാറണത്, അയൽവാസിയോട് എങ്ങനെ പെരുമാറണത്, നാത്തിനോട് എങ്ങനെ പെരുമാറണത്, അവിടെ എല്ലാം ദൈവസ്നേഹം ഉണ്ടായി ഇല്ലേ, ഇവരുടെ ഗുണ്ടായിസമാണ് നടക്കുന്നത്. കാര്യം കൗൺസിൽ ചെയ്താൽ മാത്രമേ ഇവർക്ക് ഈ അനുഗ്രഹം കിട്ടുവാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. കരയുന്നതിന് യാതൊരു പഞ്ഞുമില്ല. നിങ്ങൾക്കറിയാമല്ലോ ബൈബിളിൻ്റെ ഒരു രീതി, ഒരേ സ്റ്റാറ്റസുള്ള 2 പേര് ബൈബിളിൽ അവതരിപ്പിക്കും. അവർക്ക് ഒരേ സ്റ്റാറ്റസാണ്, രണ്ടും നോൺ ജ്യൂസാണ്. അവർ യഹൂദരല്ലാത്തവരാണ്, ക്രിസ്തുവിൻ്റെ അടുത്ത് വിജാതീയരാണ് 2 പേരും. അപ്പം ശതാധിപനും ഒരു വിജാതീയനാണ്, ശതാധിപൻ ഒരു വിജാതീയനാണ്.
റോമൻ പടയാളിയാണ്. പിന്നെ വേറെ ഒരു ദേശക്കാരത് കാനങ്കാരി, അവരും യഹൂദയല്ല, അവരും വിജാതി സ്ത്രീയാണ്. അപ്പോൾ രണ്ട് വിജാതിയർ കർത്താവിൻ്റെ അടുത്ത് വരുന്ന ബൈബിൾ വാക്യങ്ങളിൽ നമ്മൾ അപ്പോൾ ഒരു സ്ത്രീയെ നോക്കിയ 15:23 വായിച്ച മത്തായിയുടെ സുവിശേഷം. മത്തായി സ്ത്രീ 15:23. എന്നാൽ അവൻ ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. കണ്ടേ, ഇതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം 15 കാനങ്കാരി കർത്താവിൻ്റെ അടുത്ത് വന്ന് അവരുടെ മകളെ പിശാച് ബാധിച്ചെന്ന് പറയും. നമ്മൾ എപ്പോഴും കേൾക്കണ ഒരു ഭാഗമാണ്. ഈ ബൈബിളിന് ഒരു പ്രശ്നമുള്ളത് മദർ വേർഡെന്ന് പറയും. ബൈബിളിൽ കുറേ തരം വാക്കുകളുണ്ട്. മദർ വേർഡെന്ന് വെച്ചാൽ അമ്മ വചനങ്ങൾ, ഇങ്ങനെ പ്രസവിച്ചുകൊണ്ടേയിരിക്കും. അവരെപ്പോഴും ബൈബിളിൻ്റെ വചനത്തിൽ നിന്ന് വേറൊരു വചനം ഉണ്ടായിക്കൊണ്ടിരിക്കും. എപ്പോഴും പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ ദൈവത്തിൻ്റെ മനസ്സും, ഒരു സിംഗിൾ വേർഡ് തന്നെ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ ദൈവഭാഷ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അത് മദർ വേർഡെന്ന് പറയണത്. അതുപോലെ ഒരു മദർ വേർഡാണിത്. ഇത് ഇന്ന് വായിക്കണമല്ല നാളെ പറയാൻ പോണത്. നാളെ പറയണ ഇത് തന്നെ ആയിരിക്കും, പാസേജ് ഇതായിരിക്കും, പറയണത് വേറൊരു കാര്യമാണ്. അതിന് മദർ വേർഡെന്ന് പറയും. ഇനി ഒക്കൾട്ട് വേർഡുണ്ട്. അത് നിഗൂഢവചനങ്ങൾ, ദൈവികമായ സത്യങ്ങൾ ഗൂഢമായിട്ട് ഗൂഢവചനങ്ങളുണ്ട്. ഇങ്ങനെ ഓരോ വ്യത്യസ്ത. അപ്പോൾ ഇതിൻ്റെ ഇതൊരു മദർ വേർഡാണ്. ഇനി കീ വേർഡുണ്ട്, താക്കോൽ വചനങ്ങൾ. ചില ഒരു വലിയ ആശയ പ്രപഞ്ചം തന്നെ ഓപ്പൺ ചെയ്ത് കിട്ടും ഒറ്റ ഒരു വാക്കിൻ്റെ കീ കിട്ടിക്കഴിഞ്ഞാൽ. ഇങ്ങനെ വചനത്തിൻ്റെ ഗ്രേഡ് വ്യത്യസ്തമുണ്ട് ഒത്തിരി. ഇപ്പം ഇതൊരു മദർ വേർഡാണ്. ഇവർ കാനങ്കാരി വന്ന് ഈശോനോട് പറയണതാണ്, എന്താ എൻ്റെ മകള് പിശാച് ബാധിതയായി വെള്ളത്തിലും തീയിലൊക്കെ വീഴുന്ന ഞാൻ അത്. അപ്പം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരികയാണ്. കാരണം മകള് പിശാച് ബാധിതയാണെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അപസ്മാരോ വല്ലതൊക്കെ ആയിരിക്കും. പക്ഷെ അവൾക്കൊരു മകളെ ഉണ്ടായിക്കാണത്തുള്ളൂ. അവൾ ഭയങ്കര സങ്കടമാണ്. ഈ ഭയങ്കര സങ്കടമായതുകൊണ്ട് വിഷയങ്ങൾ ദൈവം കേൾക്കണമെന്നൊരു നിർബന്ധമില്ല. പറഞ്ഞു മനസ്സിലായില്ല? നിങ്ങൾക്ക് അങ്ങനെ തോന്നലുണ്ടാവും. ഭയങ്കര നിങ്ങളെല്ലാവരും ഇങ്ങനെ ഈ ചില സമയത്ത് ഈശോനറിയാൻ പാടില്ല, കരയാൻ മാത്രം അറിയാം. അതുകൊണ്ട് സാധനം വർക്കൗട്ട് ചെയ്യത്തില്ല. ഇപ്പം ഇത് കണ്ടേ, ഇതൊക്കെ ഇവർ കരഞ്ഞെന്നുള്ള കാര്യം എങ്ങനെ നമുക്ക് മനസ്സിലാകണത്? മത്തായി 15:22. 22 വായിക്കണം. മത്തായി 15:22. എന്താ വായിക്കണം? അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു. കരഞ്ഞപേക്ഷിച്ചു. അപ്പോൾ കക്ഷി കരയണതിന് ഉസ്താദാണ് ശരിക്കും. കരച്ചിലിന് വേണ്ടി കണ്ണീര് നമുക്ക് ആർക്കും വാടക എടുക്കേണ്ട കാര്യമില്ല. സ്വന്തമായിട്ട് കണ്ണീര് ആവശ്യത്തിനുള്ള ആളാണ്. പക്ഷെ വർക്കൗട്ട് ചെയ്യത്തില്ല. കർത്താവ് മിണ്ടിയില്ലെന്നാണ് പറയണത് അല്ലേ? നിങ്ങൾക്ക് ചിലർക്കൊക്കെ പറയുന്ന അബദ്ധം ഇതാണ്, ഈശോ മിണ്ടത്തില്ല. കരയാനൊക്കെ അറിയാം. 2 കണ്ണീര് 4 കണ്ണുണ്ടായിട്ടെങ്കിൽ 4 കണ്ണിൽ നിന്ന് കണ്ണീര് വന്നേരം. പക്ഷേ ദൈവം മിണ്ടത്തില്ല. അപ്പോൾ അപ്പോസ്തലന്മാർക്ക് തന്നെ സൂര്യകട അപ്പോൾ ഇവളുടെ കരച്ചിലെന്ന് പറയുന്നത് ഇങ്ങനെ ഏങ്ങലിടിയൊന്നുമല്ല, ആ പഞ്ചായത്ത് മുഴുവൻ കേൾപ്പിച്ചുകൊണ്ടുള്ള നല്ല കരച്ചിലാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർക്ക് സൂര്യകടായി. അപ്പോസ്തലന്മാർ പറയുന്നുണ്ട്, എന്താ പറഞ്ഞ കേട്ടെ? ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു. ശിഷ്യന്മാർ ഈ വിഷയത്തിൽ കക്ഷി ചേർന്ന്, ഇവളുടെ വിഷയത്തിൽ ശിഷ്യന്മാർ കക്ഷി ചേർന്ന്. കാര്യം അറിയാമോ? ഈ കക്ഷി പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് സൗകര്യം ഉണ്ടാകാൻ. ഈ ശിഷ്യന്മാർ കക്ഷി ചേർന്ന് അവരെന്താ പറയണത്? അവർ അഡ്രസ്സ് ചെയ്യണത് ഈ സ്ത്രീ കരഞ്ഞുകൊണ്ട് വരണ, ഈ സ്ത്രീ വായിച്ചോളത്. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു. പറഞ്ഞേ, ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു. അവളെ പറഞ്ഞയച്ചാലും. അവൾ പറഞ്ഞയക്കും. സൂര്യകടന്നാണ് ഈ പറയണത്. കരഞ്ഞും കുവിയും കാറിനും ബഹളം ഉണ്ടാക്കിയിട്ട് ആ പ്രദേശം മുഴുവനും ഒരു അപ്സെറ്റാക്കിയിരിക്കുകയാണ്. സൂര്യകടാണ് ഈ പണ്ടാരത്തിന് പറഞ്ഞുവിടാൻ പറഞ്ഞ. അത് ആ രീതിയിലാണ് പറയും. ഇവരെ പറഞ്ഞയക്കൂ. അവളോട് സ്നേഹം ഉണ്ടായിട്ടല്ല, നിലവിളിയുടെ അഭ്യാസം കാരണം അവർക്ക് സൂര്യകട ഉണ്ടാക്കണം. അവൾ പറഞ്ഞയക്കൂ. എന്താണ്? അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. അവൾ നമ്മുടെ പിന്നാലെ വന്ന് ഒന്ന് പറഞ്ഞേ. അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. പിന്നാലെ വന്നാലും മുന്നാലെ വന്ന് നിലവിളിച്ചാലും കഥയൊന്നും ഇല്ലെന്നാണ് ഈശോ പറയണത്. കരയണ ഒരു മുമ്പിൽ വന്ന് കരഞ്ഞാലും പുറകിൽ വന്ന് കരഞ്ഞാലും കഥയില്ല. എന്താ കാര്യം? ആസ്തി ചോദിക്കാം. ദൈവദിവസത്തിന് വരുമ്പോൾ ആസ്തി വെക്കാൻ പറയും. നിങ്ങളുടെ യോഗ്യത എന്താണെന്ന് പറയാൻ പറയും. അതുകൊണ്ട് ഈശോ നിനക്ക് മെറിറ്റ് ഇല്ല എന്ന് പറയും. നമുക്കറിയാലോ, ഉടമ്പടി എന്താ പറയണത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. യോഗ്യതയില്ല, യോഗ്യതയാണ് അഡ്രസ്സ് ചെയ്യണം. അവിടെ നിനക്ക് യോഗ്യതയില്ലെന്ന് പറയും. കരയണത് ഒരു യോഗ്യതയല്ല. മനസ്സിലായില്ലേ? നമ്മൾ വളരെ കൃത്യമായിട്ട്, ഞാനിങ്ങനെ സിമ്പിളായിട്ട് പറയണത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കരച്ചിൽ ഒരു യോഗ്യതയല്ല.
യോഗ്യത ഇല്ലെന്ന് പറയുന്നതിന് പകരം ഈശോ എന്താ പറയണത്? അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേലിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കലേക്കാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. ഇവളുടെ കാര്യം പരിഹരിക്കാൻ വേണ്ടി വന്നതല്ലെന്ന്. ക്ലിയർ അല്ലേ? ഇവളുടെ ഈ കരച്ചിലിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വന്ന ആളല്ലെന്നാണ് പറയണത്. മനസ്സിലായില്ലേ? ഇപ്പം കരഞ്ഞതുകൊണ്ട് കാര്യം നടക്കാത്തില്ലെന്ന് മനസ്സിലായില്ലേ? ഇപ്പം ഇസ്രായേൽ നഷ്ടപ്പെട്ടു പോയ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിൽ നിന്ന് അവിടുന്ന് വഴിതെറ്റിപ്പോയ അവിശുദ്ധിയിലേക്ക് പോയ ആൾക്കാരുടെ അടുത്തിലേക്ക് ഞാൻ വന്നിരിക്കണത് ഈ കേസ് എടുക്കാമെന്നതല്ല. ഇങ്ങനെ ഓരോ വിഷയത്തിൽ വന്ന് കരഞ്ഞാൽ ആ വിഷയത്തിൻ്റെ ആ കരയണ വിഷയത്തിന് അഡ്രസ്സ് ചെയ്യാമെന്ന ആളല്ലെന്ന്. ചിലപ്പോൾ ഈ ആഴ്ച കരയണ ചിലപ്പോൾ PR കിട്ടാനായിരിക്കും, അടുത്ത ആഴ്ച കരയണ വസ്തു വിൽക്കാനായിരിക്കും, അതിൻ്റെ അപ്പുറത്തെ ആഴ്ച കരയണ ഭർത്താവിൻ്റെ വെള്ളവടി മാറ്റാനായിരിക്കും. ഇങ്ങനെ നിങ്ങളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. ഈ കരയുന്ന സംഭവത്തിൻ്റെ വിഷയത്തിനെ കൈകാര്യം ചെയ്യാൻ വന്ന ആളല്ല ഞാനെന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? വളരെ വെടിപ്പായിട്ടാണ് സംസാരിക്കണത്. എന്നുവെച്ചാൽ അതായത് ഇസ്രായേൽ വംശം എന്ന് പറഞ്ഞേ, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ടു പോയ അതായത് വിശ്വാസം ഒരിക്കൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. വിശ്വാസം ഒരിക്കൽ ഉണ്ടായിരുന്നിട്ട് വിശ്വാസം ഇപ്പോഴേതെങ്കിലും കാലഘട്ടത്തിൽ കൈമോശം വന്നു പോയി കാണും. അങ്ങനെയുള്ളവർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ്. സീറോ ഫെയ്ത്തുകാർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ഇല്ല. ഇവിടെ ഇസ്രായേൽ വംശത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കലേക്കാണ് അയക്കപ്പെട്ടിരിക്കുന്നത്. ഫസ്റ്റ് പ്രിഫറൻസ്